नमस्ते बच्चों, सबको हिंदी क्लास में स्वागत है। पिछले क्लास में हम एक कविता पढ़ा था। कविता का नाम है सोने जैसे दिन है इसके, तो उसके आखिरी पद हमें आज पढ़ना चाहिए। तो आखिरी पद की ओर जाती हूँ, पेज नंबर 47। देखो, सच्चाई का यह आराधक शांति प्रेम ही नारा है, हिंसा का काले फंड वाला नाग इसी से हारा है, इसके माथे लिखी हुई है खुशियों की सौगात रे। क्या है? सच्चाई का यह आराधक शांति प्रेम ही नारा है, हिंसा का काले फंड वाला नाग इसी से हारा है, इसके माथे लिखी हुई है खुशियों की सौगात रे. तो ഇതാണ് ലാസ്റ്റ് വരികൾ. അപ്പോൾ ഈ ഒരു വരികളോട് കൂടി നമ്മൾ ഈ കവിത തീരും അല്ലേ. അപ്പം നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ അർത്ഥം. സച്ചായി ക്യാ ഹേ? സച്ചായി കാ അർത്ഥ ഹേ സത്യം. സച്ചായി സത്യം. ഒരു ആരാധക്, ആരാധന എന്ന് വെച്ചാൽ എന്താണ്? ആരാധന തന്നെയാണ്. ദെൻ ശാന്തി, ശാന്തി പീസ്. പ്രേം ലവ്, പ്രേം. ദെൻ നാര, ദെൻ ഹിംസ. ഹിംസ മീൻസ് ക്യാ ഹേ? ഝഗഡ യാ ലഡായി കർനെ വാല. അപ്പോൾ ഹിംസ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ യുദ്ധവും വഴക്കുകളും ഒക്കെ ഉണ്ടാക്കുന്ന അതിനാണ് ഹിംസ നമ്മൾ പറയുക. ദെൻ കാലേ ഫൺവാല. കാലേ മാനെ ബ്ലാക്ക്, കറുപ്പ്. ഫൺവാല ഫണം, ഫണമുള്ള എന്ന് പറയുമ്പോൾ എന്താണ്? സർപ്പം. ഫണമുള്ളത് ആർക്കാണ്? സർപ്പം അല്ലേ, പത്തി ഉയർത്തുന്നത്. നാഗ്, നാഗ് സർപ്പം തന്നെയാണ്. ഇസീസെ ഹാരാ ഹെ, ഹാർന തോൽപ്പിക്കുക. ദെൻ ഇസ്കെ മാഥേ, മാഥേ എന്ന് വെച്ചാൽ നെറ്റി എന്നുള്ളതാണ്. ഖുഷി, ഖുഷി ഹാപ്പി. ദെൻ സൗഗാത്ത്, ഹാ ദേഖോ സൗഗാത്ത് കാ അർത്ഥ ഹെ ഉപഹാർ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്ക് പേജിൽ ഇതിൻ്റെ മീനിങ്സ് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് അതിൽ നോക്കാം. ഓക്കെ. देन तो यहाँ क्या बोलती है यहाँ कवि? सच्चाई का यह आराधक शांति प्रेम ही नारा है. सच्चाई क्या है? सत्यम. इस अंतिम पद में कवि ने ये कहता है कि भारतवासी सत्य की आराधना करते हैं. इस अंतिम पद में कवि कहते हैं कि भारतवासी क्या करते हैं? സച്ചായി का ആരാധന करते हैं. ഈ അവസാന വരികളിൽ കവി പറയുന്നത് നമ്മുടെ ഭാരതത്തിലുള്ളവർ ആരാധിക്കുന്നത് എന്താണ്? സത്യത്തെയാണ് ആരാധിക്കുന്നത്. സത്യം വിട്ട് അവരൊന്നും ചെയ്യുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. സത്യ കെ മാർഗ പർ ചലനാ ഹി ഉൻകെ ജീവൻ കാ ആധാർ ഹെ. സത്യത്തിലൂടെ സഞ്ചരിക്കുക, സത്യത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുകയാണ് അവരുടെ ജീവിതത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത് തന്നെ. ശാന്തി ഓർ പ്രേം കാ ഭാവന സെ രഹനാ ഹി ഉൻകെ ജീവൻ കെ ആധാർ ഹെ. യഹാ ഭി ഹെ ശാന്തിദ, ശാന്തി പ്രേം ഹി നാരാ ഹെ. ശാന്തി ഓർ പ്രേം കെ സാത്ത് और इसके सहारे से जीना ही उनका आधार है. അപ്പോൾ ശാന്തി, സമാധാനത്തോടും സ്നേഹത്തോടും കൂടി ജീവിക്കുക എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ. ഹിംസ അർത്ഥാത് ലഡായി ഝഗഡെ കർനെ വാലോं को. ഇവിടെ ഹിംസ പറഞ്ഞിട്ടില്ലേ? हिंसा का अर्थ क्या है? लड़ाई या झगड़े करने वाला. हिंसा का अर्थ है लड़ाई और झगड़े करने वालों को. हिंसा अर्थात लड़ाई झगड़े करने वालों को काले फंड वाली नाग के समान यहाँ ഉപമ കിയാ ഹെ. അപ്പോൾ ഇവിടെ പറയുന്നത് ഹിംസ ചെയ്യുന്നവർ നാഗത്തെ പോലാണ്, വിഷമുള്ള നാഗത്തെ പോലാണ് ഹിംസ അല്ലെങ്കിൽ യുദ്ധം അല്ലെങ്കിൽ വഴക്ക് കൂടുന്നവരും യുദ്ധം കൂടുന്നവരും എങ്ങനെയാണ്? വിഷമുള്ള നാഗത്തെ പോലാണ് ഇവിടെ കവി ഉപമിച്ചിരിക്കുന്നത്. ഇവിടെ പറയുന്നത് ഹിംസ അർത്ഥാത് ലഡായി ഝഗഡെ കർനെ വാലോं को കാലി ഫണ്ട് വാലെ നാഗ് കെ തരഹ് ബോൽത്തി ഹെ. എന്താണ്? കറുത്ത വിഷമുള്ള സർപ്പത്തെ പോലെയാണ് ഇവിടെ കവി ഉപമിച്ചിരിക്കുന്നത്. ജിസ് തരഹ് നാഗ് വിഷൈല ഹോത്താ ഹെ. എങ്ങനെയാണോ നാഗത്തിന് വിഷമുള്ളത് वैसा ही झगड़े करने वाला या लड़ाई करने वालों के मन में भी विष होते हैं. അപ്പോൾ വിഷത്തിന്, നാഗത്തിന് എങ്ങനെ വിഷമുണ്ടോ അതിൻ്റെ ഫണത്തിൽ എന്തുമാത്രം വിഷമുണ്ടായിരിക്കുമോ അതുപോലെ തന്നെയാണ് ഹിംസ ചെയ്യുന്നവർ, അതായത് യുദ്ധം അല്ലെങ്കിൽ ലഹള ഉണ്ടാക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ ഇതുപോലെ തന്നെ ആയിരിക്കും, വിഷം നിറഞ്ഞിരിക്കും എന്നാണ് കവി ഇവിടെ പറയുന്നത്. पर वे भी हमारे भारतवासियों के शांति और प्रेम भरे स्वभाव के सामने ഹാർ ജാത്തെ ഹെ. എന്നിട്ട് ഇവിടെ കവി പറയുന്നു, പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാർ, മനസ്സിൽ ദുഷിപ്പ് അല്ലെങ്കിൽ വിഷമുള്ള ഈ ആൾക്കാരുണ്ടല്ലോ, ഹിംസ ചെയ്യുന്ന ആൾക്കാർ, നമ്മുടെ ഭാരതത്തിലെ ദേശവാസികൾ, സ്നേഹമുള്ള അല്ലെങ്കിൽ സമാധാനപ്രിയരായിട്ടുള്ള സ്നേഹമുള്ള മറ്റുള്ളവരെ സഹായിക്കുന്ന ദേശവാസികളുടെ മുന്നിൽ എന്ത് ചെയ്യുന്നു? തോറ്റുപോകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ഹിംസ അഹിംസയ്ക്ക് മുൻപിൽ തോറ്റുപോകുന്നു എന്നാണ് ഇവിടെ ആര് പറയുന്നത്? നമ്മുടെ കവി പറയുന്നത്.
देन उसके बाद हमारे भारतवासियों के माथे में खुशियों का उपहार लिखा हुआ है. അപ്പോൾ ഇവിടെ പറയുന്നുണ്ടല്ലോ इसके माथे लिखी हुई है खुशियों की സൗഗാത്രേ. എന്താണ് ഇവിടെ കവി പറയുന്നത്? നമ്മുടെ ഭാരതത്തിൻ്റെ നെറുകയിൽ സന്തോഷത്തിൻ്റെ ഉപഹാർ സമ്മാനം ഉണ്ട്, എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ കവി പറയുന്നത്. देखो यहाँ हमारे भारतवासियों के माथे पर खुशियों का उपहार लिखे जाते हैं. इस अंतिम पद में कवि ये कहना चाहते हैं कि भारतवासी सत्य और प्रेम और शांति के सहारा लेकर अपने जीवन चलाते हैं, लेकिन हिंसा करने वालों ने भी इसके सामने सिर झुकाते हैं. वो भी हमारे भारतवासियों के आगे क्या है, हार जाते हैं. और वैसे भी हमारा भारत के माथे पर उपहार रूपी क्या है, उपहार लिखे जाते हैं. खुशियों रूपी उपहार, സന്തോഷകരമായിട്ടുള്ള സമ്മാനം, खुशियों रूपी उपहार लिखे जाते हैं എന്നാണ് ഇവിടെ കവി പറയുന്നത്. അപ്പം നമുക്ക് ആദ്യം കവിത ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കാം. छोटे मुँह से कैसे कह दूँ इस भारत की बात रे, सोने जैसे दिन है इसके चांदी जैसी रात रे. तो कवि यहाँ क्या कहते हैं? इस कविता के माध्यम से भारत की अनेकता में एकता का परिचय दिया गया है. अनेक संस्कृतियाँ रंग बिरंगी फूलों की तरह हमारे देश की शोभा बढ़ाते हैं. वैसे भी कवि कहते हैं कि हमारा भारत देश इतना विशेषताओं से भरा है, वो बोलने के लिए हमारे ശബ്ദ भी नहीं होगा, ശബ്ദों की कमी होती है. അതായത് വാക്കുകൾ വളരെ കുറച്ചേ ഉള്ളൂ നമുക്ക് നമ്മുടെ ഭാരതത്തിൻ്റെ വിശേഷതകൾ പറയാനെന്നാണ് ഇവിടെ കവി പറയുന്നത്. हमारे भारत देश की दिन और रात चांदी और सोने की जैसी मूल्यवान होते हैं. നമ്മുടെ ഭാരതത്തിൻ്റെ ദിവസങ്ങളും രാത്രികളും ഒക്കെ സ്വർണവും വെള്ളി പോലെയും വിലപിടിപ്പുള്ളതാണെന്ന് ഇവിടെ കവി പറയുന്നു. देन उसके बाद उजला मुकुट हिमालय इसका और नदियों की माला है, पद वंदन करता है श्रद्धा से नील सिंधु मतवाला है, अनुपम सुंदर दाने दी है सारे जग को मादरे. हाँ, कवि कहते हैं कि हमारे उत्तर में स्थित हिमालय पर्वत मुकुट पहनकर उज्जवल रूप में शोभित करते हैं. भारत माता ने हिमालय रूपी मुकुट पहनकर മുകുട്ട് പഹന ഹുവാ ഹെ എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മുടെ ഭാരതമാതാവ് ഹിമാലയം തൻ്റെ നെറുകയിൽ എടുത്ത് വെച്ച് മുകുടം, അതായത് കിരീടം ധരിച്ചിരിക്കുന്നത് പോലെ ഇരിക്കുന്നു എന്നിവിടെ കവി പറയുന്നു. ഭാരത് മാതാനെ अपने गले में कोई माला पहनी हुई है, वैसी भी हमारे नदियाँ यहाँ भारत में बहती है. ഇവിടെ പറയുന്നത് നമ്മുടെ ഭാരതമാതാവ് മുത്തുമാല ധരിച്ചിരിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ നദികൾ ഇങ്ങനെ ഒഴുകുന്നത് കണ്ടാൽ തോന്നും ഭാരതമാതാവ് ധരിച്ചിട്ടുള്ള മാലകളാണ് എന്ന് തോന്നുന്നുണ്ട്. उसके बाद भी नील सिंधु मतवाला है. ഇവിടെ പറയുന്നത് हमारे भारत के दक्षिण में स्थित समुद्र ऐसे प्रतीत करता है कि भारत माता के चरणों पे आदर करते हैं. നമ്മുടെ ഭാരതമാതാവിൻ്റെ കാലുകളെ പൂജിക്കുന്നത് പോലെയാണ് समुद्रम കാണപ്പെടുന്നത് എന്നിവിടെ കവി പറയുന്നു. उसके बाद भारत माता के चरणों के आदर करते हैं. भारत भूमि की सुंदरता इतनी खास है कि अलग अलग की संस्कृतियाँ यहाँ हैं और उसकी सुंदरता से सारे जग को हरा दिया है. അതുപോലെ നമ്മുടെ ഭാരതമാതാവിൻ്റെ സൗന്ദര്യം കൊണ്ട് ഈ ലോകം തന്നെ ഭാരതമാതാവിൻ്റെ മുന്നിൽ തോറ്റുപോയിരിക്കുന്നു എന്നാണ് ഇവിടെ കവി പറയുന്നത്. उसके बाद एक बगीचा देश हमारा फूल अनेकों खिले यहाँ, अलग अलग है रूप रंग पर सभी प्रेम से मिले यहाँ, पतझड़ में भी मुस्काते हैं इस भवन के पात्रे. यहाँ कवि कहते हैं कि हमारा भारत एक बगीचा के जैसे है, क्योंकि बगीचा में तरह तरह की रंग बिरंगी और खुशबू भरी फूलें हैं. वैसे भी हमारा भारत में तरह तरह रंग बिरंगे मानव है और कई प्रकार की संस्कृतियां हैं, कई प्रकार के रीति रिवाज हैं, कई प्रकार की भाषाएं हैं, लेकिन फिर भी हमारे भारत के सभी मनुष्य प्रेम और शांति से एक दूसरे से मिलजुल कर यहाँ रहते हैं, है ना. और इस पतझड़ में जब पेड़ पौधे अपने पत्ते ज़मीन पर गिर जाते हैं और छट जाते हैं, वैसे भी हमारे जीवन में बहुत अधिक कठिनाइयाँ हैं. फिर भी हम इस कठिनाइयों को दूर करने के बावजूद भी हम हमारे भारत माता को प्रेम करता है और प्यार करता है और आराधना करते हैं. और उसके बाद रंग बिरंगे पक्षी आकर गाते जागृति का गाना नहीं किसी का हृदय दुखाते खाते मेहनत का खाना नीले नभ से होती है नित अमृत की बरसात रे. यहाँ कवि कहते हैं कि
रंग बिरंगे पक्षी सुबह आकर मीठी मीठी आवाज़ से गाना गाते हैं, क्योंकि हमारे मनुष्य को जगाने के लिए। और हम भारतवासी किसी को दिल दुखाता नहीं है, क्योंकि वो सभी का अच्छाई चाहते हैं और हम अपने मेहनत से खाना खाते हैं। और वैसे भी नीले नभ से जो बरसात, हमारी अमृत रूपी बरसात हमारे भारत में आते हैं, उसी से हमारी फसल अच्छे से बढ़ जाते हैं, है ना। अच्छे से हमारी खुशहाल अच्छे होते हैं, हमारे मानव की खुशहाल अच्छे होते हैं। और वैसे भी आखिर पद क्या है? सच्चाई का यह आराधक शांति प्रेम ही नारा है, हिंसा का काले फन वाला नाग इसी से हारा है। इसके माथे लिखी हुई है खुशियों की सौगात रे। यहाँ कवि कहते हैं कि हमारे मानव, हमारे भारत निवासियों ने सच्चाई के साथ आगे चलते हैं और उसके साथ शांति और प्रेम भी है। और हम हिंसा करने वालों को यहाँ काले फन वाली नाग जैसे यहाँ कवि कहते हैं कि वैसे ही जैसे हमारे काले फन वाले नागिन के अंदर में जो विष है, वैसे भी हिंसा करने वालों के अंदर में भी विष होता है। लेकिन ऐसे लोगों ने हमारे भारतवासियों के आगे हार जाते हैं, क्योंकि हमारे मानव सच्चे दिल से होते हैं, सच्चाई के साथ चलते हैं और प्रेम और शांति से चलते हैं, इसलिए। और हमारे माथे में खुशियों रूपी उपहार भी लिखे जाते हैं। तो ये है कविता का आशय। मैं उम्मीद करती हूँ कि सब ये कविता सब लोगों को ये समझे हैं। तो तुम खुद अब इस कविता के आशय या व्याख्या करना चाहिए। ओके, तो अस्सलाम वालेकुम।